കാർഷിക മേഖലയിൽ നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിലെ ബയോ എനർജി മേഖല 2026-27 സാമ്പത്തിക വർഷത്തിൽ പുതിയ വെല്ലുവിളികളും അവസരങ്ങളും നേരിടുമെന്ന് റിപ്പോർട്ട്. ആഗോള മത്സര വർധന, ആഭ്യന്തര വിള ഉൽപാദനത്തിലെ പുരോഗതി, എൽനിനോ കാലാവസ്ഥാ പ്രതിഭാസത്തിന്റെ സാധ്യതകൾ എന്നിവയാണ് മേഖലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഇന്ത്യയുടെ ബയോ എനർജി മേഖലയ്ക്ക് 2026-27 വർഷം നിർണായകമാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. എഥനോൾ, ബയോഡീസൽ, കംപ്രസ്ഡ് ബയോഗ്യാസ് എന്നിവയുടെ ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗോള വിപണിയിൽ നിന്നുള്ള ശക്തമായ മത്സരവും മേഖലയ്ക്ക് വെല്ലുവിളിയാകുന്നു. അതേസമയം ഉയർന്ന വിളവ് നൽകുന്ന പുതിയ കാർഷിക ഇനങ്ങളുടെ ഉപയോഗവും കൃഷി ഉൽപ്പാദനത്തിലെ മെച്ചപ്പെടുത്തലുകളും ബയോ ഇന്ധന നിർമ്മാണത്തിന് കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ എൽനിനോ കാലാവസ്ഥാ പ്രതിഭാസം മഴയുടെ ലഭ്യതയെ ബാധിച്ചാൽ കരിമ്പ്, ചോളം തുടങ്ങിയ ബയോ ഇന്ധന വിളകളുടെ ഉൽപ്പാദനത്തെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. ഇന്ധന ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാനും ശുദ്ധ ഊർജ്ജ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുമായി ബയോ എനർജി മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന വർഷം ഈ മേഖലയിലെ വളർച്ചയും വെല്ലുവിളികളും ഒരുപോലെ നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. ഖരീഫ് കാർഷിക സീസണിന് ആശങ്കയായി രാജ്യത്ത് മൺസൂൺ മഴയുടെ ദുർബല തുടക്കം. ജൂൺ മധ്യത്തോടെ സാധാരണയേക്കാൾ 38% മഴ കുറവാണ് രേഖപ്പെടുത്തിയത്. മഴക്കുറവ് തുടരുകയാണെങ്കിൽ കാർഷിക ഉൽപാദനവും ഭക്ഷ്യവില കയറ്റവും ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി സാമ്പത്തിക വിദഗ്ധർ. രാജ്യത്തെ ഖരീഫ് കൃഷി സീസണിന് മൺസൂൺ മഴയുടെ ദുർബല തുടക്കം തിരിച്ചടിയായേക്കുമെന്ന ആശങ്ക ശക്തമാകുന്നു. 361 ക്യാപിറ്റൽ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം ജൂൺ 17 വരെയുള്ള കാലയളവിൽ രാജ്യത്ത് സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ ഏകദേശം 38% കുറവാണ് രേഖപ്പെടുത്തിയത്. പല സംസ്ഥാനങ്ങളുമായി വിത്തിടൽ പ്രവർത്തനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. എൽനിനോ പ്രതിഭാസത്തിന്റെ സ്വാധീനവും മഴക്കുറവിന് കാരണമായേക്കാമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നെല്ല്, സോയാബീൻ, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുവിളകൾ തുടങ്ങിയവ മഴയെ ആശ്രയിക്കുന്ന ഖരീഫ് വിളകൾക്ക് ഇത് വെല്ലുവിളിയാകാം. മഴക്കുറവ് ദീർഘകാലം തുടർന്നാൽ കാർഷിക ഉൽപ്പാദനം കുറയുകയും ഭക്ഷ്യവിലക്കയറ്റം സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് ആശങ്ക. അതേസമയം ജലസംരക്ഷണവും ബദൽ കൃഷിരീതികളും സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. ഒമാനിൽ ഇനി ബൂട്ട് ഫ്രൂട്ടിന്റെ വിളവെടുപ്പ് കാലമാണ്. വിനോദസഞ്ചാരികളെയും നാട്ടുകാരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ പഴം ഗ്രാമീണർക്ക് ഒരു അധിക വരുമാന മാർഗമായും മാറിയിരിക്കുകയാണ്. ഒമാനിലെ ഉയർന്ന മലനിരകളിലും പാറക്കെട്ടുകളിലും സ്വാഭാവികമായി വളരുന്ന കാട്ടുപഴമാണ് പ്രാദേശികമായി ബൂട്ട് എന്നറിയപ്പെടുന്നത്. ജബൽ ഷംസിലെയും സമീപ പ്രദേശങ്ങളിലെയും ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഈ പഴത്തിന്റെ വിളവെടുപ്പ് കാലമാണ്. സാധാരണയായി ജൂണിൽ ആരംഭിക്കുന്ന വിളവെടുപ്പ് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് കൂടുതൽ സജീവമാകുന്നത്. ഒമാനിലെ മറ്റു ഭാഗങ്ങളിൽ കടുത്ത വേനൽ ചൂട് അനുഭവപ്പെടുമ്പോൾ ജബൽ ഷംസിലെയും ജബൽ അക്ദറിലെയും തണുപ്പുള്ള കാലാവസ്ഥയാണ് ഈ പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്നത്. ചെറിയ ഒലീവ് പഴങ്ങളുടെ വലിപ്പമുള്ള ബൂട്ട് പഴങ്ങൾ പാകമാകുമ്പോൾ കടും പർപ്പിൾ അല്ലെങ്കിൽ കറുപ്പ് നിറമാകും. നേരിയ മധുരവും പുളിയുള്ള പ്രത്യേക രുചിയുമാണ് ഇവയുടെ പ്രത്യേകത. മലഞ്ചെരുവുകളിലെയും പാറയിടുക്കുകളിലെയും മരങ്ങളിൽ നിന്ന് ഏറെ ബുദ്ധിമുട്ടിയാണ് ഗ്രാമീണർ പഴങ്ങൾ ശേഖരിക്കുന്നത്. വിളവെടുപ്പ് സീസണിൽ ജബൽ ഷംസ് സന്ദർശിക്കുന്ന വിനോദ സഞ്ചാരികൾക്കിടയിലും ഇവയ്ക്ക് വലിയ ആവശ്യകതയുണ്ട്. അതേസമയം കടുത്ത വരൾച്ചയെ അതിജീവിച്ച് വളരുന്നതിനാൽ ബൂട്ട് പഴങ്ങൾക്ക് ഔഷധ ഗുണവും ധാതുക്കളും കൂടുതൽ അടങ്ങിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഗ്രാമീണരുടെ വരുമാനത്തിനും ഒമാന്റെ പർവ്വത ടൂറിസത്തിനും ഈ അപൂർവ കാട്ടുപഴം പുതിയ കരുത്തായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.